ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുണനയ്ക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഈ പരിശുദ്ധമായ നോമ്പിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും വലിയൊരു മുഖാന്തരമാണ് പാപമോചനം. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. എന്നാൽ പാപമോചനത്തിന് നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തി, അതിലൂടെ പാപമോചനം പ്രാപിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മോട് വ്യക്തിപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപക്ഷമ സ്വീകരിക്കാൻ, പാപമോചനം പ്രാപിക്കാൻ ആ വ്യക്തി ചെയ്യേണ്ട ഒരു പ്രവൃത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. പാപമോചനം പ്രാപിക്കാൻ നാം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ തമ്മിൽ ക്ഷമിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മളെ വെളിപ്പെടുത്തുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. പാപക്ഷമ ലഭിക്കാൻ ഈ നോമ്പിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്, എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം. യേശു പറയാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിപ്പിൻ. അതായത് ഇതൊരു കണ്ടീഷനാണ്. നീ ക്ഷമിക്കുമ്പോൾ നിൻ്റെ കടങ്ങളും പാപങ്ങളും ഞാൻ ക്ഷമിക്കും. നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ നിൻ്റെ പിതാവ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല. അതായത് നാം എത്ര സമയമെടുത്ത് കുമ്പസാരിച്ചാലും, നാം എത്രമാത്രം അനുതാപത്തോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാലും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വേദനയോടെ ഭാരത്തോടെ നൊമ്പരത്തോടെ നാം ഒരു സത്യകുമ്പസാരം നടത്തിയാലും, നാം ഏറ്റുപറയുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ ആദ്യം ഞാൻ ക്ഷമിക്കണം. യേശു പറയാണ്, നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കടങ്ങളും പാപം ക്ഷമിക്കുകയില്ല. ഇതൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് പാപക്ഷമ ലഭിക്കണമെങ്കിൽ, പാപമോചനത്തിലൂടെ ഈ പരിശുദ്ധമായ നോമ്പിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ക്ഷമിക്കണം. ഇത് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സ്വയം നീതീകരിക്കുന്ന പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് ആരോടും ക്ഷമിക്കാനില്ല. ഇനി എന്നോടാരെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, അപ്പം ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് അനേകം പേര്. എന്നാൽ സ്വയം പരിശോധിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്ഷമിക്കേണ്ട ഒത്തിരി മേഖലകളുണ്ട്. അതെല്ലാം നാം ദൈവവചനത്തിലൂടെ കണ്ടെത്തി ദൈവസന്നിധിയിൽ പരിപൂർണമായി ക്ഷമിച്ച് സ്നേഹിച്ച് രമ്യതപ്പെടുമ്പോഴാണ് ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്. പാപമോചനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കേണ്ട മേഖല ഞാൻ കണ്ടെത്തി ആ വ്യക്തിയോട് പരിപൂർണമായി ക്ഷമിച്ച് സ്നേഹിച്ച് രമ്യതപ്പെടുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പാപം ക്ഷമിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പാപമോചനം പ്രാപിക്കാൻ, പാപമോചനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ ആരോടെല്ലാം ക്ഷമിക്കണം? കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നാം ഏറ്റവും ഒന്നാമതായി ക്ഷമിക്കേണ്ട മേഖലയാണ് ദൈവത്തോട് വ്യക്തിപരമായി ക്ഷമിക്കണം. ദൈവവുമായിട്ട് രമ്യത ഉണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ക്ഷമിക്കേണ്ട ഒരു മേഖലയാണ് ദൈവത്തോട് ക്ഷമിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ കർത്താവിൻ്റെ വചനം പറയുന്നു: ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുകയാണ്, എന്നെ വെറുക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തെ വെറുക്കുന്ന, ദൈവത്തോട് രമ്യതപ്പെടാത്ത ഒരു വ്യക്തിയുടെ അകൃത്യം, പാപം 4 തലമുറയിലേക്ക് പകരം
അത് കൈമാറ്റം ചെയ്യുമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം പറയണം എന്നെ വെറുക്കുന്നവരിൽ. അപ്പോൾ ദൈവത്തോട് വെറുപ്പുള്ള, ദൈവത്തോട് രമ്യതപ്പെടാൻ കഴിയാത്ത ഒരു വ്യക്തി പാപക്ഷമ ലഭിക്കണമെങ്കിൽ, തലമുറകൾക്കൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ ആദ്യം ദൈവവുമായിട്ട് രമ്യതപ്പെടണം. ഇന്ന് ദൈവത്തോട് നിരപ്പാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ കുറ്റപ്പെടുത്തി, ദൈവത്തെ നിന്ദിച്ച്, ദൈവത്തെ പരിഹസിച്ച്, ദൈവത്തെ വേദനിപ്പിച്ച്, ദൈവമായുള്ള വ്യക്തിപരമായ ബന്ധം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യം ദൈവവുമായിട്ട് വ്യക്തിപരമായി രമ്യതപ്പെടണം. കഴിഞ്ഞ നാളുകളിൽ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ചില ദൈവത്തോട് ചോദിച്ചോ, ദൈവമേ നിനക്ക് കണ്ണില്ലേ, നിനക്ക് കാതില്ലേ, നീ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ കണ്ണുനീര് കാണുന്നില്ല? ദൈവം ഒരു ക്രൂരനാണെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ചില വ്യക്തികളുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് രമ്യതപ്പെടാൻ സാധിക്കുന്നില്ല. ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചകൾ, വേദനകൾ, കഷ്ടതകൾ തന്നത് എന്ന് ചിന്തിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ പ്രശ്നങ്ങളുടെ കാരണം ദൈവമാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഇന്ന് തിരിച്ചറിയണം, എൻ്റെ സകല പ്രശ്നത്തിൻ്റെയും കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ സകല പ്രശ്നത്തിൻ്റെയും മൂല കാരണം ഞാനാണെന്ന് സ്വയം തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ നിരൂപണം എപ്പോഴും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ, ഉണ്ടാക്കിയതിൽ ദൈവം അനുദപിക്കുന്നതായിട്ടവിടെ വചനം പറയുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകളാണ്, നിരൂപണങ്ങളാണ് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അകൽച്ച സംഭവിച്ചത്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി നിർത്തുന്നത്, ദൈവത്തിന് മനുഷ്യരുമായുള്ള ബന്ധം അകൽച്ച പ്രാപിക്കാൻ കാരണമായി തീർന്നത് അവനവൻ്റെ പാപമാണ്. അതായത് യെശയ്യാ പുസ്തകം 59-ാം അധ്യായം 1-ന്റെ വാക്കിൽ പറയുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കാത് മന്ദമായിട്ടില്ല, അടഞ്ഞു പോയിട്ടില്ല. നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിനിടയിൽ മറവായിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യമാണ്, നിങ്ങളുടെ പാപമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ ദൈവത്തിന് അകറ്റുന്നത് ആ വ്യക്തിയുടെ പാപമാണ്. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന് അകൽച്ച സംഭവിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെ മൂല കാരണം നാം ചെയ്ത പാപമാണ്. അതിന് നാം ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എന്നെ കാണുന്നില്ല, എൻ്റെ കണ്ണുനീര് കാണുന്നില്ല, എൻ്റെ നിലവിളി കേൾക്കുന്നില്ല, ദൈവത്തിന് കണ്ണില്ലേ, ദൈവത്തിന് കാതില്ലേ എന്ന് ചോദിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികൾ തിരിച്ചറിയണം, നമ്മുടെ പാപമാണ് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അകൽച്ച സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ നാം ആദ്യമായിട്ട് ദൈവത്തോട് രമ്യതപ്പെടണം. ദൈവമേ, ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി. മുടിയനായ പുത്രൻ അപ്പൻ്റെ അരികിലേക്ക് വരുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, അപ്പാ, സ്വർഗത്തിനെതിരായി അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്ന് അവൻ്റെ ഹൃദയത്തിൽ വേദനയോടെ, ഭാരത്തോടെയാണ് അപ്പൻ്റെ അരികിലേക്ക് വരുന്നത്. ഇന്ന് ഈ പരിശുദ്ധമായ നോമ്പിൽ നാം അനുതാപത്തോടെ, പാപിയാണെന്നുള്ള ബോധത്തോടെ, എൻ്റെ സകല പ്രശ്നത്തിൻ്റെ കാരണം എൻ്റെ പാപമാണ്, ഞാൻ അപ്പനിൽ നിന്ന് അകന്നു പോയതാണ്, എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് അടുത്തു വരുവാൻ, ദൈവമേ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങേ ഞാൻ വേദനിപ്പിച്ചു, അങ്ങേക്കെതിരായി ഞാൻ ചെയ്തു പോയ പാപങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവവുമായിട്ട് രമ്യതപ്പെടുകയാണ്. ദൈവവുമായിട്ട് രമ്യതപ്പെടുമ്പോഴാണ്, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആയിത്തീരുമ്പോഴാണ് നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നത്. അതുകൊണ്ട് നാം ആദ്യമായി രമ്യതപ്പെടേണ്ടത് ദൈവത്തോടാണ്. മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം എത്രമാത്രം നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ദൈവത്തോടുള്ള സ്നേഹബന്ധമാണ് പാപത്തിൽ നമ്മെ അകറ്റുന്നത്. ഇന്ന്
നാം പാപം ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം, സ്നേഹബന്ധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ നിമിഷം എൻ്റെ ദൈവവുമായുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണെന്ന് ഒന്ന് പുനർപരിശോധിക്കുവാൻ, അത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ എൻ്റെ കുറവാണെന്ന് സമ്മതിച്ച് ദൈവത്തോട് ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, ദൈവവുമായുള്ളൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ദൈവത്തോട് നാം രമ്യതപ്പെടുമ്പോൾ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നു എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. മുടിയനായ പുത്രൻ അപ്പൻ്റെ അരികിൽ ചെന്ന് അപ്പനോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയും എന്ന് അവൻ മനസ്സിൽ തീരുമാനമെടുത്താണ് അപ്പൻ്റെ അരികിൽ ചെല്ലുന്നത്. പക്ഷേ അവിടെ അപ്പൻ അത് പറയാൻ പോലും അനുവദിക്കാതെ മകനെ മാറോട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം അത് സ്നേഹബന്ധത്തിലൂടെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ, ദൈവത്തിനെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി, പാപം ചെയ്തു പോയി എന്ന് സമ്മതിക്കുന്നതിലൂടെ, ആ ദൈവസ്നേഹ അനുഭവത്തിലൂടെ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നു. അതുകൊണ്ട് ആദ്യമായി നാം രമ്യതപ്പെടേണ്ടത് ദൈവമായിട്ടാണ്. ദൈവത്തിനെതിരെ ചെയ്തു പോയ തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്ക് മാപ്പ് ചോദിച്ച്, ദൈവമേ അങ്ങേക്കെതിരായി, അവിടുത്തെ വചനത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്ന് സമ്മതിച്ച് ദൈവവുമായി രമ്യതപ്പെട്ട് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണശക്തിയോടെ, പൂർണ്ണാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവവുമായിട്ട് രമ്യതപ്പെടുമ്പോൾ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നു. ഒന്നാമത് നാം ചെയ്യേണ്ടത് ദൈവവുമായിട്ട് രമ്യതപ്പെടണം. രണ്ടാമത് നാം ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ മാതാപിതാക്കളോട് രമ്യതപ്പെടണം. പ്രധാന വചനം പരിശോധിക്കുമ്പോൾ കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ല. മാതാപിതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണ് ആകണമെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. മക്കളെ നിങ്ങൾ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഇന്ന് മാതാപിതാക്കളെ അനുസരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. സ്നേഹം സമം അനുസരണം. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്കാണ് മാതാപിതാക്കളെ അനുസരിക്കാൻ സാധിക്കുന്നത്. ഇന്ന് മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാതെ, ബഹുമാനിക്കാൻ കഴിയാതെ, അനുസരിക്കാൻ കഴിയാതെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളായി മാറുന്നുവെങ്കിൽ മാതാപിതാക്കളുമായിട്ട് രമ്യതപ്പെടണം. ഒരു വ്യക്തി എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം, ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം നിർത്തിയിരിക്കുന്ന വ്യക്തികളാണ് മാതാപിതാക്കൾ. അതായത് എൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് എൻ്റെ മാതാപിതാക്കൾ. എൻ്റെ മാതാപിതാക്കളില്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയില്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം നിർത്തിയിരിക്കുന്ന വ്യക്തികളാണ് മാതാപിതാക്കൾ. നമ്മൾ സാധാരണ പറയാറുണ്ട് മാതാപിതാ ഗുരു ദൈവം. അതായത് മാതാപിതാക്കളും ഗുരുക്കന്മാരും ദൈവസ്ഥാനത്ത് ദൈവം നിർത്തിയിരിക്കുന്ന വ്യക്തികളാണ്. എൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാൻ എനിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത, ദൈവം ആദരിച്ച, ദൈവം ബഹുമാനിച്ച, വിവാഹം എന്ന കുദാശയിൽ ദൈവം സംയോജിപ്പിച്ച, ഈ ഭൂമിയിൽ എനിക്ക് ജന്മം നൽകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് എൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ എഫെസ്യ ലേഖനം 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയത്രേ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാതാപിതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഇന്ന് മാതാപിതാക്കളെ വേദനിപ്പിച്ച്, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ച്, മാതാപിതാക്കളുടെ ശാപം പിടിച്ചു വാങ്ങി, മാതാപിതാക്കൾക്കെതിരെ പാപം ചെയ്ത് ഇന്ന് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ പാപത്തിൽ വീണു പോയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എനിക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ, രമ്യതപ്പെടാനുണ്ടെങ്കിൽ
ഈ പരിശുദ്ധമായ നോമ്പിൽ ആദ്യം മാതാപിതാക്കളുമായിട്ട് രമ്യതപ്പെടണം. മാതാപിതാക്കളുമായിട്ട് വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി കുംഭസാരത്തിൽ പാപക്ഷമ ചോദിച്ചാൽ ദൈവം ക്ഷമിക്കില്ല. പ്രധാന വചനം പറയുന്നു, നീ ക്ഷമിക്കാഞ്ഞാൽ നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ എൻ്റെ മാതാപിതാക്കളുമായിട്ട് രമ്യതപ്പെടണം. മാതാപിതാക്കൾക്കെതിരെ അവരെ കുറ്റപ്പെടുത്തുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ അവരുടെ കണ്ണുനീര് നിലത്ത് വീഴാൻ കാരണമായി തീരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് അവരുടെ അനുഗ്രഹം പ്രാപിക്കണം. ഇന്ന് മാതാപിതാക്കളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കാരണം ദൈവത്തിന് അനുഗ്രഹിക്കാൻ കരങ്ങളില്ല. ദൈവം ഇന്ന് ഉപയോഗിക്കുന്ന കരങ്ങൾ മാതാപിതാക്കളുടെ കരങ്ങളാണ്. അതായത് ഒരു മാതാവോ പിതാവോ ഒരു മകൻ്റെ മകളുടെ ശിരസിൽ കരം വയ്ക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കരമാണ്. കാരണം ഈ കുഞ്ഞിന് ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ഈ മാതാപിതാക്കളെ ആണെങ്കിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം ഇതെല്ലാം ഈ മാതാപിതാക്കളിലൂടെയാണ് ഇതുവരെ ദൈവം നൽകിയതെങ്കിൽ ഇനി ഈ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസം മാത്രമല്ല, ജോലി, വിവാഹം ഇതെല്ലാം മാതാപിതാക്കളിലൂടെ തന്നെയാണ് ദൈവം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന അനുഗ്രഹവും ദൈവം നൽകുന്നത് ഈ മാതാപിതാക്കളുടെ കരങ്ങൾ വഴിയാണ്. മാതാപിതാക്കൾ ഒരു കുഞ്ഞിൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കരമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകാൻ ദൈവം തിരഞ്ഞെടുത്ത മാതാപിതാക്കളിലൂടെ തന്നെയാണ് ദൈവം നൽകുന്ന ഈ കുഞ്ഞിനാവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെങ്കിൽ മാതാപിതാക്കളോട് രമ്യതപ്പെട്ട് മാതാപിതാക്കളോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് അവരുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങി നാം ദൈവസന്നിധിയിൽ പാപിയാണെന്ന് സമ്മതിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും, നമ്മെ വിശുദ്ധീകരിക്കും, സകല അനുഗ്രഹത്തിനും പാപമോചനത്തിലൂടെ സകല അനുഗ്രഹത്തിനും നമ്മെ അവകാശിയാക്കി മാറ്റും. ഇന്ന് പലപ്പോഴും പലരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങളുടെ തടസ്സം എന്ന് പറയുന്നത് മാതാപിതാക്കളുമായിട്ടുള്ള രമ്യതപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ്. പലപ്പോഴും ഈ ധ്യാനത്തിൽ കടന്നു വരുന്ന അനേകം വ്യക്തികൾ അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അനേക നാളുകളായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ അനേക നാളുകളായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച ചില വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ മൂല കാരണം മാതാപിതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വന്നുപോയ അകൽച്ചയാണ്, മാതാപിതാക്കളുടെ വെറുപ്പാണ്, വിദ്വേഷമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവർ മാതാപിതാക്കളോട് രമ്യതപ്പെടുവാൻ തീരുമാനമെടുത്ത് ധ്യാനം കഴിഞ്ഞ് നേരെ മാതാപിതാക്കളുടെ മുന്നിൽ ചെന്ന് അവരുടെ മുന്നിൽ മുട്ടുമടക്കി അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ച് അവരുടെ അനുഗ്രഹം മേടിക്കുമ്പോൾ അനേക നാളുകളായി പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ ദൈവം വേഗത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം എന്ന പോലെ തന്നെ മാതാപിതാക്കളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം സ്നേഹബന്ധത്തിൽ അല്ല എങ്കിൽ ഈ പരിശുദ്ധമായ നോമ്പിൽ നാം അനുദപിക്കണം, പശ്ചാത്തപിക്കണം, മാതാപിതാക്കളുമായിട്ട് രമ്യതപ്പെടണം. നാം മാതാപിതാക്കളോട് ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും. മാതാപിതാക്കളുമായിട്ട് സ്നേഹത്തിലായിത്തീരുമ്പോൾ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം, സ്നേഹബന്ധം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ നോമ്പിൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പരിപൂർണമായി ക്ഷമിച്ച് സ്നേഹിച്ച് അവരുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങണം. അടുത്തത് നാം ക്ഷമിക്കേണ്ട മേഖല, നാം നമ്മോട് തന്നെ ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും വ്യക്തിപരമായി എനിക്ക് എന്നോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ? കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 22-ാം അധ്യായം 39-ാം വാക്യം, അവിടെ കർത്താവ് പറയുകയാണ്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതായത് നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അതായത് മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം ഞാൻ എന്നെ സ്നേഹിക്കണം. ഇന്ന് പലപ്പോഴും നമുക്ക് നമ്മെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഏറ്റവും വലിയ വെറുപ്പിൻ്റെ മേഖലയാണ് സ്വയം വെറുപ്പ്. സ്വയം വെറുപ്പ്, എനിക്ക് എന്നോട് തന്നെ വെറുപ്പുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇന്ന് സ്വയം വെറുപ്പുള്ളവരാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട,
എന്നെ കണ്ടാൽ ഒരു സൗന്ദര്യമില്ല, എന്നെ കാണാൻ ഒന്നിനും കൊള്ളില്ല, ഞാൻ കണ്ടോ ഞാൻ കറുത്ത് ഇരുണ്ടായിരിക്കുന്നത്, കരിക്കട്ട പോലെ ഇരിക്കുന്നത്, ഞാൻ വെളുത്ത് വിളറിയിരിക്കുന്നത്, വെളുത്താലും കുഴപ്പം കറുത്താലും കുഴപ്പം, എൻ്റെ കണ്ണ് കണ്ടോ, എൻ്റെ ചെവി കണ്ടോ, എൻ്റെ മൂക്ക് കണ്ടോ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുക്കുന്ന വ്യക്തിയാണോ, എൻ്റെ സ്വഭാവത്തെ ഞാൻ വെറുക്കുന്ന വ്യക്തിയാണോ, എന്നെ തന്നെ ഞാൻ വെറുക്കുന്ന വ്യക്തിയാണോ? ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. എപ്പോഴെങ്കിലും എനിക്കൊന്ന് ചത്താൽ മതി, എനിക്കൊന്ന് മരിച്ചാൽ മതി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ഉള്ളിൽ സ്വയം വെറുപ്പുണ്ട്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പുണ്ട്. ഇനി ആയിരിക്കുന്ന സാഹചര്യങ്ങൾ വെറുക്കുക. ഞാൻ എൻ്റെ ഭവനത്തെ വെറുക്കുക, ഞാൻ പഠിക്കുന്ന സ്കൂളിനെ വെറുക്കുക, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ വെറുക്കുക. ഇതും സ്വയം വെറുപ്പാണ്. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളെ ഞാൻ വെറുക്കുമ്പോൾ അത് സ്വയം വെറുപ്പാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്നോട് തന്നെ ക്ഷമിക്കണം, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണം. യേശു പറയാണ്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെ, അയൽക്കാരനെ സ്നേഹിക്കണം. ആദ്യം നീ നിന്നെ സ്നേഹിക്കണം. ഇന്ന് സ്വയം വെറുപ്പുള്ള ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം ഞാൻ എന്നോട് ക്ഷമിക്കുമ്പോഴാണ് ദൈവം എൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയണം. ആത്മഹത്യയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് മരിക്കണമെന്നുള്ള ചിന്തയോടെ ആരെങ്കിലും സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, ആദ്യം നീ ആയിരിക്കുന്ന അവസ്ഥയെ സ്നേഹിക്കുമ്പോൾ നിൻ്റെ ഈ ആത്മഹത്യാ പ്രവണത, മരിക്കണമെന്നുള്ള ആ ചിന്ത മാറി ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകും. അതുകൊണ്ട് സ്വയം വെറുപ്പ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നുവെങ്കിൽ, സ്വയം വെറുപ്പ് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിലൂടെ തിന്മ ആ വ്യക്തിയുടെ ഉള്ളിൽ കയറിക്കൂടും. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാചിന് കടന്നു വരാൻ രണ്ട് വാതിലാണ്. ഒന്ന് പാപം, രണ്ട് വെറുപ്പ്. പാപം ചെയ്യുന്നതിലൂടെ പിശാചിന് നമ്മുടെ മേൽ ആധിപത്യമുണ്ടെങ്കിൽ വെറുപ്പിലൂടെ പിശാചിന് നമ്മുടെ മേൽ ആധിപത്യമുണ്ട്. ഒരു വ്യക്തി സ്വയം വെറുക്കുമ്പോൾ, എനിക്ക് എന്നോട് തന്നെ വെറുപ്പുണ്ടാകുമ്പോൾ, ആ വെറുപ്പിലൂടെ തിന്മ ആ വ്യക്തിയുടെ ഉള്ളിൽ കയറിക്കൂടും. ഈ തിന്മയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ദുരാത്മാവാണ്, പിശാചാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്നോട് തന്നെ എനിക്ക് വെറുപ്പുണ്ടെങ്കിൽ അതിലൂടെ തിന്മ എന്നെ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിക്കും. അതുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കണം. ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ എൻ്റെ വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം വിട്ടുമാറും. ഇത് വിട്ടുമാറുമ്പോഴാണ് ദൈവസ്നേഹം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം എന്നിലേക്ക് നിറയുന്നത്. അതുകൊണ്ട് എനിക്കാരോടെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കണം. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ എന്നോട് തന്നെ എനിക്ക് വെറുപ്പുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാം. ഞാൻ എൻ്റെ കുറവുകളെ സ്നേഹിക്കുന്നു, എൻ്റെ വൈകല്യങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ ഈ സ്വഭാവത്തെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ രോഗിയാണെങ്കിൽ രോഗത്തെ സ്നേഹിക്കുന്നു, ഞാൻ കടബാധ്യതയിലാണെങ്കിൽ കടബാധ്യതയെ സ്നേഹിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ ഞാൻ സ്വയം സ്നേഹിക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുമ്പോൾ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം പരിശോധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അതായത് ദൈവം വില കൊടുത്ത് വാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് സ്വന്തമല്ല, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ള ആ വലിയ ബോധ്യത്തോടെ, ദൈവത്തിൻ്റെ ആലയമാണ് എൻ്റെ ശരീരം, എൻ്റെ ഈ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എൻ്റെ യേശുവിൻ്റെ അവയവങ്ങളാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ് എൻ്റെ ശരീരം എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ നമുക്ക് നമ്മെ സ്നേഹിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആലയമായി നാം നമ്മെ കരുതുമ്പോൾ, നമ്മെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കും. ഇപ്പോൾ എന്നെ ഞാൻ വെറുക്കുന്നുവെങ്കിൽ എൻ്റെ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. എത്ര കുറവുണ്ടെങ്കിലും, എന്നിൽ എത്ര ബലഹീനത ഉണ്ടെങ്കിലും, എനിക്കെന്തെല്ലാം വൈകല്യം ഉണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയത്തെ ഞാൻ സ്നേഹിക്കുമ്പോൾ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇങ്ങനെ എൻ്റെ ഹൃദയത്തിലുള്ള എന്നോട് തന്നെയുള്ള വെറുപ്പ് ഈ നിമിഷം വിട്ടുമാറുമ്പോൾ ദൈവസ്നേഹം എന്നിൽ നിറയും. ഒരു തീരുമാനമെടുക്കാം. ഈ പരിശുദ്ധമായ നോമ്പിൽ എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കേണ്ടതിന് എനിക്ക് ആരോടെല്ലാം ക്ഷമിക്കാനുണ്ടോ അവരോടെല്ലാം ഞാൻ ക്ഷമിക്കണമെങ്കിൽ ആദ്യം ഞാൻ ദൈവവുമായിട്ട്
രമ്യതപ്പെടണം. ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഞാൻ സ്നേഹിക്കുമ്പോൾ എൻ്റെ പാപം ക്ഷമിക്കപ്പെടും. രണ്ടാമത്, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കെതിരെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ രമ്യതപ്പെട്ട് അവരെ സ്നേഹിച്ച് അവരെ ബഹുമാനിച്ച് അവരെ അനുസരിക്കുമ്പോൾ എൻ്റെ പാപം ദൈവം ക്ഷമിക്കും. മൂന്നാമതായി നാം കണ്ടു, എൻ്റെ ഹൃദയത്തിൽ എന്നോട് തന്നെ എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുമ്പോൾ, ഞാൻ എന്നെ സ്നേഹിക്കുന്നതിലൂടെ അവരെന്നെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ എന്നോടുള്ള വാശി, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, കോപം ഇതെല്ലാം വിട്ടുമാറി ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കും. ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കും. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുമ്പോൾ ദൈവം എൻ്റെ പാപം ക്ഷമിക്കും. നമുക്ക് കണ്ണടയ്ക്കാം. ഈ 3 മേഖലയിൽ ക്ഷമിക്കുവാനുള്ള കൃപ ലഭിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ബറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞു പാപക്ഷമ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്ത പാപം വീണ്ടും 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 ചെയ്യുന്നു. അതിൻ്റെ കാരണം ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണെന്ന് ഇന്ന് തിരിച്ചറിയുവാൻ നീ ഞങ്ങളെ സഹായിച്ചു. കർത്താവേ, ദൈവത്തോട് ഞങ്ങൾക്ക് വെറുപ്പ് തോന്നി. ദൈവമേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു, അങ്ങേ വേദനിപ്പിച്ചു, അങ്ങേ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, അങ്ങേ നിന്ദിച്ചു. അതിലൂടെ കർത്താവേ, അങ്ങയുമായിട്ട് ഒരു വെറുപ്പ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, പിതാവിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ എല്ലാ തിന്മയുടെ അരൂപികളെ ഞങ്ങൾ എടുത്തു മാറ്റണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ മാതാപിതാക്കളുമായിട്ട് എന്തെങ്കിലും കയ്പ്, വെറുപ്പ്, വിദ്വേഷം വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹിച്ച്, അവരെ ബഹുമാനിച്ച്, അവരെ അനുസരിച്ച് അവരുടെ അനുഗ്രഹം മേടിക്കുവാൻ, അത് മുഖാന്തരം പാപക്ഷമ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളോട് തന്നെ വെറുപ്പ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, കർത്താവേ, എന്നെ തന്നെ എനിക്ക് ആദരിക്കുവാൻ, ബഹുമാനിക്കുവാനുള്ള കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലുള്ള, ഹൃദയത്തിലുള്ള എല്ലാ വെറുപ്പും, വിദ്വേഷവും, വാശിയും, വൈരാഗ്യവും ഈ നിമിഷം വിട്ടുമാറി ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരിശുദ്ധമായ നോമ്പിൽ പാപമോചനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾക്ക് ക്ഷമിക്കേണ്ട മേഖല ക്ഷമിച്ച്, സ്നേഹിച്ച്, രമ്യതപ്പെട്ട് പാപമോചനം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വത്തോടെ മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Money